പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും, ഒരു പ്ലസിന്റെയും മൈനസിന്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഇത് നമുക്ക് നമ്മുടെ വോളിയം ബട്ടൺ കംപ്ലൈന്റ് ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഷോപ്പിലൊന്നും കൊണ്ടുപോയി ശരിയാക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു വോളിയം, നമ്മുടെ യൂട്യൂബ് വീഡിയോ ആയിരുന്നാലും നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോ ആയിരുന്നാലും അതുപോലെ മ്യൂസിക് പ്ലെയർ ആയിരുന്നാലും എന്തായിരുന്നാലും തന്നെയും ഫേസ്ബുക്കിലെ വീഡിയോയും എന്തായാലും നമുക്കത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന രണ്ട് ബട്ടണാണ് കേട്ടോ. ഇതിന്റെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൂട്ടാം, ഇതിന്റെ മൈനസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കുറയ്ക്കാം. റിംഗ് ടൂണിന്റെ വോളിയവും ഇതുപോലെ നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി വോളിയം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടണുകൾ. ആപ്ലിക്കേഷൻ ഇല്ലാതെ നമ്മളുടെ ഫോണിലെ സെറ്റിംഗ്സ് വഴി വേണ്ടിയിട്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പവർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരം വരും എന്നാണ് എന്റെ വിശ്വാസം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ വഴി നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അസിസ്റ്റീവ് വോളിയം ബട്ടൺ എന്നാണ് ആ ആപ്ലിക്കേഷന്റെ പേര്. 4.0 റേറ്റിംഗ് ഉള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നല്ല റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓവർലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആപ്ലിക്കേഷൻ നെയിം ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിലൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമത് പെർമിഷൻ കൊടുക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക, അലോ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ വോളിയത്തിന്റെ ഒരു പ്ലസും മൈനസും കാണാൻ സാധിക്കും. ഇത്രയും ആയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷന്റെ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കൂട്ടാനും അത് പോയിട്ട് ഇതിൽ നമുക്ക് കുറയ്ക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് പോയിട്ട് പല ഭാഗത്ത് കൊണ്ടുവയ്ക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഇങ്ങനെ നമുക്ക് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് നമുക്ക് യൂട്യൂബ് വീഡിയോയിലും അതുപോയിട്ട് നമുക്ക് ഫേസ്ബുക്ക് വീഡിയോയിലും ഏതിലായിരുന്നാലും, ഏത് വീഡിയോ ആയിരുന്നാലും, നമ്മുടെ മ്യൂസിക് പ്ലെയറിലെ പാട്ടുകളിലും എല്ലാത്തിലും നമുക്ക് ഇതുപോലെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ഇനി നമുക്ക് ഫോണിലെ ഒരു സെറ്റിംഗ്സ് നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഇല്ലാതെ ഫോണിലെ ഒരു സെറ്റിംഗ്സ് വഴി ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ താഴെ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ആക്സസിബിലിറ്റി മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മളതിൽ ഇത് ഓഫിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓണിൽ കൊടുക്കുക. ഇത് സാധാരണ എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പവർ ബട്ടണോ അല്ലെന്നുണ്ടെങ്കിൽ വോളിയം ബട്ടണോ എന്തെങ്കിലും കംപ്ലൈന്റ് ആകുമ്പോൾ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഇതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 3 ഡോട്ട് ഈ സൈഡിൽ ഇതുപോലെ കാണും. നമ്മൾ ഇന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പല ഓപ്ഷനും കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് പവർ ബട്ടൺ കാണാൻ സാധിക്കും. നമ്മൾ പവർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പവർ ഓഫ് ചെയ്യാം. അതുപോയിട്ട് വോളിയം കുറയ്ക്കാൻ കൂട്ടാം. ഇതുപോലെ നമുക്ക് 68% ആയിട്ടുണ്ട്. ഇതുപോലെ 100% ഇതുപോലെ ബ്രൈറ്റ്നസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഫോണിൽ തന്നെ ഉണ്ട്. സ്ക്രീൻഷോട്ടും നമുക്ക് പെട്ടെന്ന് എടുക്കാം ഇവിടെ നിന്ന്. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനാൽ നമുക്ക് പവർ ബട്ടൺ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഷോപ്പിൽ പോയി ചെയ്യാനുള്ള പൈസ ഇല്ല എങ്കിലും നമുക്ക് ഇതുപോലെ ഫോണിലെ ഈ ഒന്നുകിൽ ആപ്ലിക്കേഷൻ വഴി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എന്തായാലും ഈ ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.